സമസ്ത 100ാം വാർഷികാഘോഷത്തിന് സമാപന പൊതുസമ്മേളനം ഈജിപ്ത് അൽ അസർ യൂണിവേഴ്സിറ്റി റെക്ടർ ഡോക്ടർ സലാമ ജുമുഅ ദാവൂദ് ഉദ്ഘാടനം ചെയ്തു. സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള നിരവധി പ്രമുഖർ പങ്കെടുത്തു. സമസ്ത 100ാം വാർഷികാഘോഷ സമാപന പൊതുസമ്മേളനം ഈജിപ്ത് അൽ അസർ യൂണിവേഴ്സിറ്റി റെക്ടർ ഡോക്ടർ സലാമ ജുമുഅ ദാവൂദ് ഉദ്ഘാടനം ചെയ്തു. സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത സെന്റിനറി അവാർഡ് ലുലു ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലിക്ക് ജിഫ്രി തങ്ങൾ സമ്മാനിച്ചു. സമസ്ത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി എം.ടി. അബ്ദുള്ള മുസ്ലിയാർ, ട്രഷറർ ഉമർ മുസ്ലിയാർ കൊയ്യോട, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കർണാടക ഉപമുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, ഉപനേതാവ് പി.കെ. കുഞ്ഞാലിക്കുട്ടി, ബംഗളൂരു ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർമാൻ എൻ.എ. ഹാരിസ്, പ്രവാസി വ്യവസായികളായ ഗൾഫാർ മുഹമ്മദ് അലി, സൈനുൽ അബദീൻ സഫാരി, ഉമർ ഫൈസി മുക്കം എന്നിവർ പങ്കെടുത്തു. ആത്മീയതയും സാംസ്കാരികവുമായ പ്രകാശം പരത്തുന്ന നൂറ്റാണ്ടാണ് സമസ്തയുടേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വർഗീയതയ്ക്കും മതരാഷ്ട്രവാദത്തിനുമെതിരെ ഒരുമിച്ച് നീങ്ങണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. വർഗീയതക്കും മതരാഷ്ട്രവാദങ്ങൾക്കുമെതിരെ നമുക്ക് ഒരുമിച്ച് നീങ്ങാം. മുഹമ്മദ് നബിയുടെ വിശ്വദർശനം എല്ലാ വിഭാഗീയതകളെയും അകറ്റാനാണ് വിളംബരം ചെയ്തത്. മതമൈത്രിയും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ സ്നേഹാഭിവാദനങ്ങൾ. ഐക്യ ആഹ്വാനവുമായി ജിഫ്രി തങ്ങൾ വിട്ടുപോയ സുന്നി സംഘടനകൾ മാതൃസംഘടനയിലേക്ക് തിരിച്ചുവരണമെന്നും ഇക്കാര്യം കുണിയയിൽ കഴിഞ്ഞ ദിവസം ചേർന്ന കേന്ദ്ര മുഷാവറ യോഗം ചർച്ച ചെയ്തതായും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുണിയ.